എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് വൈറലായതെന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാൻ 11-ാം തീയതി ഒരു വൈകുന്നേരം 6:30-ക്ക്, ഈ മാസം 11-ാം തീയതി 6:30-ക്ക് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തു. എല്ലാവരും ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തു എത്ര വ്യൂ അതിന് വന്നിട്ടുണ്ടെന്ന്. അത് നോക്കിയപ്പോൾ ഒരു 5 വ്യൂ, 6 വ്യൂ, പിന്നീട് വ്യൂവേ ഇല്ലാതായി. അതൊരു ഡെഡായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആ ഷോട്ട് ഒന്ന് ചെക്ക് ചെയ്തു, ഇപ്പോൾ എത്ര വ്യൂ ആയി കാണുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴത് 14-ലെത്തി കോൺസ്റ്റൻ്റായി നിൽക്കുകയാണ്. അതായത് അന്നത്തെ ദിവസം അതിന് 14 വ്യൂ മാത്രമാണ് കിട്ടിയത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെക്ക് ചെയ്തു, അപ്പോഴും 14-ൽ തന്നെ അത് നിൽക്കുകയാണ്. അപ്പം 11-ാം തീയതി അപ്ലോഡ് ചെയ്തൊരു വീഡിയോ 12-ാം തീയതി രാവിലെ നോക്കി, അപ്പോഴും 14 വ്യൂവിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഒരു 12:30 ആയപ്പോൾ നോക്കിയപ്പോഴും സെയിം 14 തന്നെ. എനിക്ക് മനസ്സിലായി അത് മുമ്പോട്ട് വ്യൂവേഴ്സ് കിട്ടുന്നില്ല, അത് ഡെഡായെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനത് എങ്ങനെ വൈറലാക്കാം, അതായത് നല്ലൊരു വീഡിയോ ആയിരുന്നു, എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഈ ആൾക്കാരിത് കാണണം എന്നുള്ളൊരിത്. പക്ഷെങ്കിൽ എന്തുകൊണ്ടോ അത് യൂട്യൂബിൻ്റെ ഷോർട്ട് ഫീഡിലേക്ക് അത് പോകുന്നില്ല, അത് വൈറലാകുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് കുറേ സ്റ്റഡി ചെയ്തിട്ട് ഒരു 12:30 കഴിഞ്ഞതിന് ശേഷം ചില കാര്യങ്ങൾ, ചില സെറ്റിങ്ങുകളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചെയ്തു. സെറ്റിങ്ങുകൾ ആ വീഡിയോയിൽ ചെയ്തതിന് ശേഷം അത് വ്യൂവേഴ്സ് ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. അതായത് ക്രമേണ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ വരെ 2, 3 ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ വർധനമൊന്നും ഉണ്ടാവില്ലെങ്കിലും ചെറിയൊരു ഓളം ഉണ്ടാക്കാൻ സാധിച്ചു എന്നെനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ അന്ന് തന്നെ ഒരു 12:30-ക്ക് ചെയ്ത സെറ്റിംഗാണ്. ഒരു 2:30, 3 മണിയായപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് 1K, അതായത് 1001K, 1114 വ്യൂ അതിലെത്തിയിരിക്കുന്നു. കണ്ടിന്യൂസ് റിഫ്രഷ് ചെയ്ത് ഞാൻ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അതൊരു 4.5K, പിന്നീട് അത് 6K, 6.5K. ഇത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ഇത് കാണിക്കുന്നുണ്ട്, അത് നിങ്ങളത് നോക്കിക്കോണം. അതായത് 6.8K. അതായത് 13-ാം തീയതി ആയപ്പോഴത്തേക്കും, 13 ഒരു ഉച്ച 2:30 ആയപ്പോഴത്തേക്കും അതിന് കിട്ടിയ വ്യൂ എന്ന് പറഞ്ഞാൽ 6838 വ്യൂ ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ആ സെറ്റിംഗ് കൊണ്ട് എൻ്റെ ആ ഷോർട്ട് വൈറലായി, അത് ആൾക്കാരിലേക്ക് എത്തുന്നു എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാനത് കണ്ടിന്യൂ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അത് എവിടേക്ക് പോകുന്നത്, വൈറലാകുകയാണോ അതോ ഡെഡ് ആകുകയാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ 7.3, 7.36, 7.4. അപ്പോൾ ഇന്ന്, അതായത് 15-ാം തീയതി വരെ ഇത് 7440 വ്യൂവിൽ കോൺസ്റ്റൻ്റായിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ആദ്യത്തെ ഗ്രാഫ് ഡെഡായിരുന്നു. അതിനുശേഷം 12:30-ക്ക് ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷം അത് മോഡിലേക്ക് ഉയർന്ന് അത് കോൺസ്റ്റൻ്റായിട്ട് വ്യൂ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് 7440 വ്യൂ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് ഗ്രോയിങ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് സെറ്റിംഗാണ് ഞാൻ അതിൽ ചെയ്തത് എന്ന് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അത് നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോട്ട് വൈറലാക്കാൻ പറ്റും. ആ സെറ്റിംഗ് വഴി യൂട്യൂബ് അത് പുഷ് ചെയ്ത് അതിൻ്റെ ഫീഡിലേക്ക് എല്ലാവരെയും കാണിക്കും. പക്ഷെങ്കിൽ വീഡിയോയുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ ആൾക്കാരത് മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ എന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ് ചെയ്തത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനനുയോജ്യമായ ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞ് 3 ഹാഷ്ടാഗുകൾ ടൈറ്റിൽ കഴിഞ്ഞ് കൊടുക്കണം. ഇതാ ഈ കാണിച്ചിരിക്കുന്നത് പോലെ: #യൂട്യൂബ് ഷോർട്സ്, #ഷോർട്ട് വീഡിയോ, #ഷോർട്ട് ഫീഡ്. നിങ്ങളൊരു ബുക്ക് എടുത്ത് ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കണം. ഓരോ ഹാഷ്ടാഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്പേസ് ഇട്ട് വേണം അടുത്തത് കൊടുക്കുവാൻ. ഈ 3 ഹാഷ്ടാഗുകളും കൊടുത്തു കഴിഞ്ഞു. ഇനി ഡിസ്ക്രിപ്ഷനിലേക്ക് പോയി അവിടെ നിങ്ങൾ ടൈറ്റിലും അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കൊടുത്ത ഹാഷ്ടാഗുകളും അതേപടി കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യണം. അതായത് ടൈറ്റിൽ പ്ലസ് നമ്മൾ കൊടുത്ത ആ 3 ഹാഷ്ടാഗുകളും. ഡിസ്ക്രിപ്ഷനിലും ഇത് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ പറയുന്ന ചില ഹാഷ്ടാഗുകളുണ്ട്, അതും കൂടി ആഡ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, റെസ്പെക്ട് ഷോർട്സ്, റെസ്പെക്ട് ഷോർട്ട് വീഡിയോസ്,
റിയാക്ഷൻ ഷോർട്സ്. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകളും ടാഗ് ലൈനുകളും ഇനി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൂവിയെ പറ്റിയുള്ള കണ്ടൻറ്റാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ ഹാഷ്ടാഗ് മൂവി, ഹാഷ്ടാഗ് മലയാളം മൂവി, ഹാഷ്ടാഗ് മൂവി സീൻസ്, മൂവി മാനിയ എന്നിങ്ങനെ അതുമായി ബന്ധപ്പെട്ട ടാഗുകളായിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഫിറ്റ്നസ്, ലൈഫ് സ്റ്റൈൽ, വർക്കൗട്ട്, ഹെൽത്ത് എന്നിങ്ങനെയുള്ള ഹാഷ്ടാഗുകളാണ് കൊടുക്കേണ്ടത്. ഇപ്രകാരം ടൈറ്റിൽ സെറ്റ് ചെയ്തു, ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്തു. ഇനി ആഡ് ടാഗ് എന്ന സെക്ഷനിൽ പോയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്ത അതേ ടാഗുകൾ തന്നെ വീണ്ടും അവിടെയും ഉപയോഗിക്കുക. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഞാൻ പറയുന്ന ചില ടാഗുകൾ കൂടി ഡിസ്ക്രിപ്ഷനിലും ടാഗിലും ചേർക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ബുക്കോ പേപ്പറോ എടുത്തിട്ട് അതിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം നിങ്ങളുടെ എല്ലാ വീഡിയോയിലും നിങ്ങളിത് ഓർത്തിരിക്കണമെന്നില്ല. അത് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഈ ഞാൻ പറയുന്ന ടാഗ്, ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ 2 ടാഗ് ലൈനിൽ കൂടി ഡിസ്ക്രിപ്ഷനിലും ടാഗിലും ആഡ് ചെയ്യണം. അതായത് ലൂക്ക് ഡേവിഡ്സൺ ഷോർട്സ്, ലൂക്ക് ഡേവിഡ്സൺ ഷോർട്ട് വീഡിയോ. ഇത് നിങ്ങളുടെ ഫീഡിലേക്ക് വീഡിയോ പുഷ് ചെയ്യാൻ ഉപകരിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ടാഗുകൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ടാഗിലും ഉപയോഗിക്കണം. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോ വൈറലാകുമെന്ന് ഉറപ്പാണ്. പ്രൂഫ് സഹിതം ഞാനിത് തെളിയിച്ചതാണ്. ഇന്ന് തന്നെ നിങ്ങളിത് ട്രൈ ചെയ്യണം. ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂസ്ഫുൾ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആയിരിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് വ്യൂ ലഭിക്കും, മോണിറ്റൈസ് ആകും. നിങ്ങളൊരു യൂട്യൂബ് പാർട്ട്ണർ എന്ന നിലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ അത് സഹായിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വളരെ ബൃഹത്തായ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ പലതരം വീഡിയോസ് പല ആൾക്കാരുടെ, പല യൂട്യൂബ് ചാനലുകാരുടെ ഉണ്ട്. പക്ഷേ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.